മുള്ളൻ പന്നിയെ അടിച്ചുകൊന്ന കേസിൽ തെളിവെടുപ്പിന് എത്തിച്ച വെള്ളനാട് ശശി മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചു. മാതൃഭൂമി ലേഖകന് നേരെ ശശി കല്ലെറിയുകയും അസഭ്യം പറയുകയും ചെയ്തു. മുള്ളൻ പന്നിയെ അടിച്ചുകൊന്ന കേസിൽ ഒളിവിലായിരുന്ന വെള്ളനാട് ശശി ഇന്ന് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട്. ഇന്ദുലേഖ, ഒരു വെളിവുമില്ലാത്ത ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത് പോലും അറിയാത്ത രീതിയിൽ ഷോ കാണിക്കുകയാണ് റോഡിലിറങ്ങി. ചെയ്ത തെറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റാണ്. തെളിവെടുപ്പിനായി എത്തുമ്പോൾ വെള്ളനാട് ശശി വീണ്ടും ഇങ്ങനെ പ്രകോപിതരാകുന്നത് എന്തുകൊണ്ടായിരുന്നു? എന്താണ് സംഭവിച്ചത്? പ്രജീഷ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മനോനില തെറ്റിയ ഒരാളെ പോലെയാണ് നിലവിൽ വെള്ളനാട് ശശി പ്രതികരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇന്ന് വൈകുന്നേരം 3:15 കൂടിയായിരുന്നു വെള്ളനാട് ശശി പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് മുള്ളൻപന്നിയെ അടിച്ചു കൊന്ന സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഒളിവിൽ പോയ ആൾ പിന്നെ പൊങ്ങുന്നത് ഇന്നായിരുന്നു. റേഞ്ച് ഓഫീസിലും ഇത്തരത്തിലൊരു വലിയ ഷോ തന്നെ വെള്ളനാട് ശശി ഇറക്കിയിട്ടുണ്ട്. കാരണം അവിടെ എത്തിയപ്പോൾ ഇരിക്കാനായി കസേര നൽകിയ ഓഫീസർക്ക് തനിക്ക് വേണ്ട, താൻ പ്രതിയാണ്, തനിക്ക് കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവിടെ തറയിലാണ് ഇരുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ മൊഴിയെടുത്തതൊക്കെ ഓഫീസറുടെ മുറിയിലെ തറയിലിരുത്തിയായിരുന്നു. അതിനുശേഷമാണ് മെഡിക്കൽ പരിശോധന നടത്തിയത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഈ മുള്ളൻ പന്നിയെ അടിച്ചു കൊന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. അതിനുശേഷം തിരിച്ചു കയറിയുള്ള വരവാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ നമ്മുടെ മാതൃഭൂമി ലേഖകൻ അടക്കം, കാട്ടാക്കടയിലെ മാതൃഭൂമി ലേഖകൻ സന്തോഷ് അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് നേരെ കല്ലെടുത്തെറിയുകയും അതുപോലെ തന്നെ അസഭ്യം പറയുകയും ചെയ്തു. കൂടുതൽ ആക്രമിക്കാൻ പോയ വെള്ളനാട് ശശിനെ വനപാലകർ കൈ പിടിച്ച് കല്ലൊക്കെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റി പിന്നെ അനുനയിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പ്രജീഷ്, ശരി. ഇന്ദുലേഖ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ പാർട്ടിയിൽ പ്രധാനപ്പെട്ട പോസ്റ്റൊക്കെ നൽകി ജനപ്രതിനിധിയാക്കി പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരുത്തുന്ന ആളുകൾക്ക് നമോവാകാം.